എല്ലാ കൂട്ടുകാർക്കും പ്രമോൾ വേൾഡ് എന്ന ചാനലിലേക്ക് ഹാർദ്രമായ സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ. പിന്നെ എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി മാന്തൾ വറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല കുഞ്ഞു ഫ്രഷ് മാന്തളാട്ടൊന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഉപ്പും പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മുടെ മാന്തൾ വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ വറക്കുന്നതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ചേർക്കേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചു. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നല്ല ഫ്രഷ് മാന്തളല്ലേ, അപ്പോൾ കേടൊന്നും വരാത്തതായ കാരണം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പിടുത്തം കിട്ടും. കുഞ്ഞു മാന്തളായ കാരണം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒട്ടും വെള്ളം നമ്മുടെ മീനിൽ ഇല്ല. ഒക്കെ വാർന്നതിന് ശേഷമാണ് ഞാൻ ചെറിയ എൻ്റെ കുഞ്ഞിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുമ്പോൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാലും ഓയിൽ ഒഴിച്ചാലും നല്ലതാണ്. പക്ഷേ ഇത് രണ്ടും ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ കല്ലുപ്പ് ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ കല്ലുപ്പൊന്ന് പൊടിച്ചതായി കാരണം ഒന്ന് സെറ്റായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ട് മീനിലേക്ക് മസാല ഒക്കെ പിടിക്കത്തക്കവണ്ണം കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുഴയ്ക്കുന്നതിലാണ് നമ്മുടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പും എല്ലാം പാകത്തിനാണ്, എരിവും ഉപ്പും ഒക്കെ പാകത്തിനാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു 3-4-5 മിനിറ്റ് ഇതൊന്ന് ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് ചേരട്ടെ. എന്നിട്ട് നമുക്ക് മീൻ വറക്കാനെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഓയിൽ ചേർത്തിട്ടാണ് മീൻ വറക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾക്ക് ഓയിൽ ചൂടായതിന് ശേഷമാണ് നമ്മൾ മാന്തൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഓരോ മാന്തളുകളായിട്ട് എടുത്ത് വയ്ക്കാം. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ മറിച്ചിടാൻ ബുദ്ധിമുട്ടാണ്. മാന്തൾ മീൻ അധികം വേവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ കത്തിക്കാൻ. പിന്നെ എന്ന് വെച്ചാൽ പെട്ടെന്ന് വേവുന്നതാണ്. ഒന്ന് ചൂട് തട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മാന്തൾ വെന്ത് കിട്ടും. മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്, മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കൂട്ടുകാരെ.